വാർത്ത സന്ദീപ് വാര്യരുടെ ഒരു പോസ്റ്റോടുകൂടി തുടങ്ങാം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത് കേവലം 9 തവണയാണ്. അതിലും അധികം തവണ രാഹുൽ പട്ടായ സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ മൂപ്പർക്ക് തായ്ലാൻഡ് ഇലക്ഷനിൽ മത്സരിച്ചാൽ പോലെ. ഈ പട്ടായ സന്ദർശിച്ച രാഹുൽ ഗണ്ഡി, പ്രിയങ്ക ഗണ്ഡി, കോൺഗ്രസിൻ്റെ ഇന്ത്യയുടെ തകർച്ചയ്ക്ക് കാരണം കോൺഗ്രസിൻ്റെ കുടുംബവാഴ്ചയാണ്, കോൺഗ്രസ് ആണ് എന്നൊക്കെ പറഞ്ഞ കോൺഗ്രസ്സുകാരനായ നിലപാടില്ലാത്ത സന്ദീപ് വാര്യർ ഇനി രാഹുൽ ഗാന്ധിയുമായുള്ള ഒരു പപ്പുമോൻ എന്ന രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ തവണ വിളിച്ച സന്ദീപ് വാര്യർ. എങ്ങനെയായിരിക്കും സന്ദീപിൻ്റെ രാഹുലിൻ്റെ ഒരു കൂടിക്കാഴ്ച? ഞാൻ ആ കാഴ്ച കാണാൻ വേണ്ടി ഇങ്ങനെ വളരെ കൗതുകത്തോടെ ഇരിക്കുന്ന ഒരാളാണ്. കാരണം ഏറ്റവും കൂടുതൽ തവണ ചാനൽ ചർച്ചകളിലൊക്കെ പപ്പു പപ്പു എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞൊരു നേതാവാണ് സന്ദീപ് വാര്യർ. ആ വിളി ഓരോ BJP പ്രവർത്തകരെ കൊണ്ടും ഓരോ BJPയുടെ സൈബർ അണികളെ കൊണ്ടും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഒക്കെ വിളിപ്പിക്കുന്നതിൽ കേരളത്തിലെ സന്ദീപ് വാര്യർക്ക് കേരളത്തിലെ അണികൾക്കിടയിൽ അത് വിളിപ്പിക്കുന്നതിൽ സന്ദീപ് വാര്യർക്ക് വലിയ പങ്കുണ്ട്. കാരണം അദ്ദേഹം വിളിക്കുമ്പോൾ നമുക്കെന്താ വിളിച്ചാൽ എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. ഈ BJPയുടെ അണികളൊക്കെ കുത്തിയിരുന്ന് ചാനൽ ചർച്ച കണ്ട് ഈ രാഹുൽ ഗാന്ധിയെ കീറി മുറിക്കുന്നത് കണ്ട് ഇങ്ങനെ രസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പട്ടായയിൽ പോകുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. എന്തിനു വേണ്ടി പോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പട്ടായയിൽ പോകുന്നത് ശരിയോ തെറ്റോ എന്നൊക്കെ നോക്കുന്നതിന്. അപ്പോൾ അത് ഇനി എന്തിനു വേണ്ടി പോയാലും അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അങ്ങനെ പട്ടായയിൽ നിരന്തരം പോകുന്ന, പട്ടായയിൽ ഒരു സീറ്റ് അവിടെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ച രാഹുൽ ഗാന്ധിയോട് സന്ദീപ് വാര്യർക്ക് ഇനി നേരിട്ട് ചോദിക്കാം. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, ഗണ്ഡി എന്ന് വിളിച്ചിരുന്ന രാഹുൽ ഗാന്ധിയെ ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ രാഹുൽ ഗണ്ഡിയല്ല, നിങ്ങൾ രാഹുൽ ഗാന്ധിയാണ്, നമ്മൾക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതെ മോദിയാണ്, നിങ്ങൾക്ക് പട്ടായയിൽ ഒരു സീറ്റ് തരപ്പെടുത്തിക്കൂടെ, നിങ്ങൾ നിന്നതിന് ശേഷം വേണമെങ്കിൽ ഞാനും കൂടെ അടുത്ത സ്ഥാനാർത്ഥിയായി അവിടെ നിൽക്കാം എന്ന് ധൈര്യത്തോടു കൂടി സന്ദീപ് വാര്യർക്ക് ആരോട് പറയാം? രാഹുൽ ഗാന്ധിയോട് പറയാം. മുന്നിൽ തലകൂനി ചോച്ചാനിച്ച് നിൽക്കുന്ന ഒരു സന്ദീപ് വാര്യരെ കാണേണ്ടി വരും അല്ലെ? പ്രിയങ്ക ഗാന്ധി ഇനി അങ്ങനെ പ്രിയങ്ക ഗാന്ധിയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയെ നമ്മൾ സന്ദീപ് വാര്യർ നമ്മൾ കാണേണ്ടി വരും. ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ഒരു ഭാവി പ്രധാനമന്ത്രി എന്ന് പിന്നെ കോൺഗ്രസ്സുകാർ വിളിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളെ ഇനി ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഇനി അത് ശരിയാണെന്ന് പറയേണ്ടി വരും സന്ദീപ് വാര്യർക്ക്. സന്ദീപ് വാര്യരുടെ അവസ്ഥയെന്ന് പറയുന്നത് ഊഹിക്കാവുന്നതിൽ ഇവിടെ ഏറ്റ മാനസിക ആഘാതങ്ങളുടെ 100 ഇരട്ടിയാകും കോൺഗ്രസിൽ അനുഭവിക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയെ സന്ദീപ് വാര്യർ കാണുമ്പോൾ അല്ലയോ ഭാവി പ്രധാനമന്ത്രി, അല്ലയോ പിന്നെ എന്താണ് പ്രിയങ്ക ഗാന്ധിയല്ല പ്രിയങ്ക ഗണ്ഡിയാണ് എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറഞ്ഞിരുന്ന ഒരു ചർച്ചയിൽ, മനോരമയുടെ ഒരു ചർച്ചയിൽ അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള പ്രിയങ്കയൊക്കെ പോയി കെട്ടിപ്പിടിച്ച് എന്താ പറയുക, അങ്ങാണ് ഇനി എൻ്റെ ദൈവം, മേഡമാണ് ദൈവം, മദാമ്മയും മക്കളും യെച്ചൂരി അലക്കുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ ഓർമ്മയുണ്ട്. അങ്ങനെ യെച്ചൂരി അലക്കുകാരനായിരുന്നെങ്കിൽ സന്ദീപ് വാര്യർ ഇനി എന്താകും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് നിരന്തരമായി CPM-നെ കുറ്റം പറയാൻ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കെന്തായിരുന്നു? ഇതേ കാര്യമാണ്. സഖാവ് സീതാറാം യെച്ചൂരി എനിക്ക് ഇഷ്ടപ്പെടുന്ന നേതാവാണ്, അദ്ദേഹം മരണപ്പെട്ടു പോയി, എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ വളരെ കൃത്യമായി ഇതിലേക്ക് വലിച്ചിട്ടുകൊണ്ട് BJPയുടെ രാഷ്ട്രീയമൊക്കെ അത് നമ്മൾ വിടാം. പക്ഷെ സന്ദീപ് പറഞ്ഞിരുന്ന കാര്യമുണ്ട്. മദാമ്മയുടെ അടിപ്പാവാട അലക്കി കൊടുക്കാനാണ് ഈ പറയുന്ന സീതാറാം യെച്ചൂരിയും CPM-ഉം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്ന സന്ദീപ് വാര്യർ ഇനി എന്ത് പണിയെടുക്കും? അവിടുത്തെ ആ വീടുകളിൽ പോയി, അതായത് രാഹുൽ ഗാന്ധി താമസിക്കുന്ന വസതിയിൽ പോയി ഈ പറയുന്ന എന്താണ് പിന്നെ സോണിയാഗാന്ധിയുടെയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെയോ ഇനി അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയോ അടിവസ്ത്രങ്ങളോ അടിപ്പാവാടയോ അലക്കാൻ വേണ്ടിയിട്ടാണോ ഈ സന്ദീപ് വാര്യരോട് ഇനി ഇവർ പറയുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരിക്കും. എന്ത് തന്നെയായാലും ഈ പറഞ്ഞതുപോലെ ഈ പട്ടായയുടെ കാര്യവും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഈ സന്ദീപിൻ്റെ മറ്റ് പോസ്റ്റുകളും കൂടി നമ്മൾ ആലോചിക്കണം. പരമേശ്വർജിയെക്കുറിച്ച് സന്ദീപ് ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്. പരമേശ്വർജിയെ മനസ്സിലാക്കാൻ വേണ്ടി ഇടത് വലത് ജിഹാദി കൂട്ടങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലമെടുത്താലും നിങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി മുഴുവൻ തുറന്നു വെച്ച്, നിങ്ങളുടെ കാഴ്ച മുഴുവൻ തുറന്നു വെച്ച് ഒരു പുസ്തകം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പരമേശ്വർജിയെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സന്ദീപ് വാര്യരുണ്ട്. അങ്ങനെയുള്ള ഒരു സന്ദീപ് വാര്യർ ഈ സന്ദീപ് വാര്യരോട് ഇനി പരമേശ്വർജിയെ കുറിച്ച്, മാധവ്ജിയെ കുറിച്ച്, അതുപോലെ തന്നെ ഗോൾവാൾക്കറെ കുറിച്ച്, ഇവിടുത്തെ പരമഗുരുജി എന്ന് ഇവർ വിളിക്കുന്ന അദ്ദേഹത്തെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഇനി എന്താണ് ഈ സന്ദീപ് വാര്യർക്ക് പറയാൻ കഴിയുക എന്നൊരു വലിയ ചോദ്യമാണ്. അല്ല, അത് മറ്റൊരു ചോദ്യം. CPM നേതാവ് നിതിൻ കണിച്ചേരിയെ വെല്ലുവിളിച്ചു.
നിങ്ങൾ പറയുന്നത് ഞാൻ തെളിയിക്കാം, എങ്കിൽ നിങ്ങൾ BJP വരുമോ എന്നുള്ളത്. ഇനി സന്ദീപ് വാര്യർ നിതിൻ ഗഡ്കരിയെ കോൺഗ്രസിലേക്ക് വിളിക്കുമായിരിക്കും. സിമ്പിൾ. ഞാൻ സന്ദീപ് വാര്യരുടെ പോസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ്. ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് മടിയിൽ മാറ്റിയിട്ടുണ്ട്. ഇതും കുറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് അല്ല, അത് ഞാൻ അംഗീകരിക്കില്ല. കാരണം ഫോളോവേഴ്സ് കുട്ടിക്കൊടുക്കാൻ ഷാഫി പറമ്പിൽ അവിടെയുണ്ട്. ഓക്കെ ഓക്കെ. ഇന്ന് മാതൃഭൂമി ചർച്ചയിൽ പങ്കെടുത്തത് BJPയുടെ സംസ്ഥാന തലമുതിർന്ന നേതാവായ ഒക്ടോബർ 23 ഏറ്റുമാനൂർ രാധാകൃഷ്ണൻജിയുടെ വീട്ടിൽ വെച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അനുഭവവും സംഘടനാ പാരമ്പര്യവും ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പ്രേരണാദായകമാണ്. BJPയുടെ ഏറ്റുമാനിലെ നേതാവായ ഡോക്ടർ ശ്രീജിത്തും കൂടെ ഉണ്ടായിരുന്നു. അഭിനന്ദനങ്ങൾ. NDA സ്ഥാനാർത്ഥി വിജയ്ക്ക് മോദിയുടെ പടവും വെച്ച് അഭിനന്ദനങ്ങൾ. രാജ്യമാകെ മുൻനിര പത്രങ്ങൾ കൂപ്പുകുത്തി വളർച്ച ദേശാഭിമാനിക്ക് മാത്രം. അടുപ്പുകൂട്ടി ചർച്ചയിൽ യഹ്യ സിൻവർ അനുസ്മരണം. സാഹിബിന്റെ കരളരിയിപ്പിക്കുന്ന അനുസ്മരണ പ്രഭാഷണം. ഇതുകൊണ്ടൊന്നും ഹമാസ് പോരാളികൾ തളരില്ല എന്നും യുദ്ധം നിലനിൽക്കില്ല എന്നും ജമാഅത്തെ ഇസ്ലാമി ചാനൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇജാത്തി മോഡിഫിക്കേഷൻ അനിൽ ബാലചന്ദ്രന് പോലും നൽകാനാവില്ല. ഇസ്രായേൽ ഗാസയ്ക്ക് മുൻപ് തകർക്കേണ്ടത് വെള്ളിമാട് കുന്ന് ഹമാസ് ഫാൻസിനെയാണ്. അല്ല, സന്ദീപ് വാര്യരോട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ഹമാസ് ഒരു ഭീകര സംഘടനയാണോ എന്ന് ചോദിച്ചാൽ എന്താണ് സന്ദീപ് വാര്യർ ചെയ്യുക? കുഞ്ഞാലിക്കുട്ടിയോട് വിളിച്ച് ചോദിക്കും ഹമാസ് ഒരു ഭീകര സംഘടനയാണോ? VD സതീശനോട് ചോദിക്കേണ്ടി വരും. രണ്ടാമത്തത്, ഈ യഹ്യ സിൻവർ ഒരു ഭീകരവാദിയാണോ എന്ന് ചോദിച്ചാൽ, അതുപോലെ തന്നെ ഹിസ്ബുള്ള ഒരു തീവ്രവാദ സംഘടനയാണോ എന്ന് ചോദിച്ചാൽ, ഹൂത്തികൾ ആരാണെന്ന് ചോദിച്ചാൽ, ISIS ആരാണെന്ന് ചോദിച്ചാൽ, ഇതിനൊക്കെ കോൺഗ്രസിനൊരു മറുപടിയുണ്ട്. ആ കോൺഗ്രസിന്റെ മറുപടി എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ ചിരിപ്പിക്കുന്ന മറുപടിയാണ്. ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അവരെ താങ്ങുന്ന മറുപടിയാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന നരേഷൻ ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ മുസ്ലിങ്ങളൊന്നും ഈ തീവ്രവാദികളൊന്നും പിന്തുണയ്ക്കുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷെ കോൺഗ്രസിന് ഭയമാണ്, അത് ഇടതുപക്ഷത്തിനും ഭയമാണ്. ഓക്കെ, പക്ഷേ ഇനിയിപ്പം എന്താണ് ഈ പറയുന്ന സന്ദീപ് വാര്യർ ഈ തീവ്രവാദികളെ മുഴുവൻ ഇവരൊന്നും തീവ്രവാദികളല്ല, ഇതൊക്കെ എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, ഇവരൊക്കെ പരമാത്മാക്കളും ശുദ്ധാത്മാക്കളുമായിട്ടുള്ള യോഗി വര്യന്മാരാണ് യഹ്യ സിൻവർ എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യം ആലോചിക്കുകയാണ്. സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊന്നും സന്ദീപ് വാര്യർ പഴയ സംഘത്തിന്റെ ഫോട്ടോയോ പഴയ സംഘ നേതാക്കളോടൊപ്പം ഇരിക്കുന്ന ഫോട്ടോയോ ഒന്നും മാറ്റിയിട്ടില്ല. ഇതൊക്കെ വെറുപ്പിന്റെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ആണെങ്കിൽ സന്ദീപ് വാര്യർ ഈ ഫേസ്ബുക്ക് മാറ്റിയിട്ട് പുതിയൊരു അക്കൗണ്ട് തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നതെല്ലാം വെറുപ്പിന്റെ രാഷ്ട്രീയമല്ലേ. അപ്പോൾ ഇത് കാണുന്നവർക്കൊക്കെ വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് അത് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളാവില്ലേ കിട്ടുന്നത്. സത്യത്തിൽ പുച്ഛമാണ് തോന്നുന്നത്. ആഗോള ടെൻഡർ വിളിച്ചിരിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. കാര്യം സുക്കർബർഗും അതുപോലെ തന്നെ അങ്ങനത്തെ ആളുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിൽക്കാൻ പറ്റാത്തതിലും അപ്പുറമാണ്. ഫേസ്ബുക്ക് പരാജയപ്പെട്ടു, ഞങ്ങൾക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വേറൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പേജ് തുടങ്ങുന്നത് തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ രണ്ടും കൂടി കലർന്നു പോകുന്നത്. പക്ഷെ പറഞ്ഞവസാനിപ്പിക്കാം, പുച്ഛമാണ്, പരമപുച്ഛം.